മാസ്റ്റർ ക്ലാസ് സീരീസിന്റെ 4th എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക്, ഇപ്പോൾ പ്രീവിയസ് നമ്മൾ SMC സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള മാർക്കറ്റ് സ്ട്രക്ചർ, ബേസിക് മാർക്കറ്റ് സ്ട്രക്ചർ എന്താണെന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കി. അതുപോലെ നമ്മളത് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ അതിനെങ്ങനെ കാണണം, പ്രാക്ടിക്കലി എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ഇൻഡെപ്തിലായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബ്രേക്ക് ഔട്ട് സ്ട്രക്ചറും ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്താണെന്നുള്ളതാണ്. സോ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ എന്താണ്, ചേഞ്ച് ഓഫ് ക്യാരക്ടർ. പക്ഷേ നമ്മൾ ഇന്ന് പറയുന്ന ഡിഫറൻറ്റ് എന്താണെന്ന് വെച്ചാൽ വാലിഡ് ആയിട്ടുള്ള ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ എന്താണ്, വാലിഡ് ആയിട്ടുള്ള ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്താണെന്നുള്ള കാര്യം. അപ്പോൾ എല്ലാ ബ്രേക്ക് ഔട്ട്സിൽ ഉണ്ടാകുന്ന ഡൗട്ട്, എല്ലാ ബ്രേക്ക് ഔട്ട്സും കൺസിഡർ ചെയ്യാമോ എന്നുള്ളൊരു ചോദ്യം എല്ലാവർക്കും ഉണ്ടാവും. സോ എങ്ങനെയാണ് ബുൾ ബാക്ക്, അപ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള ബ്രേക്ക് ഔട്ട്സ് കൺസിഡർ ചെയ്യാന്നുള്ളതും ചേഞ്ച് ഓഫ് ക്യാരക്ടർ എങ്ങനെയാണ്, നമ്മൾ വാലിഡ് ആയിട്ടുള്ള ചേഞ്ച് ഓഫ് ക്യാരക്ടർ എങ്ങനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുക എന്നുള്ള കാര്യമാണ് ഇന്നത്തെ ടോപ്പിക്കിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ബാ. ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ എന്താണെന്നുള്ളതും ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പറയുന്നത്. സോ ഇതിൽ നമ്മളിന്ന് പറയുന്ന കാര്യത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, എങ്ങനെയാണ് നമുക്കിതിനൊരു വാലിഡ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുക. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബ്രേക്ക് ഔട്ട് സ്ട്രക്ചേഴ്സ് നിങ്ങൾക്ക് കാണാം, പല കൺഫ്യൂഷൻസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇതിനെ നമ്മൾ പ്രീവിയസ് ദിവസം നമ്മൾ പറഞ്ഞിട്ടുള്ള മാർക്കറ്റ് സ്ട്രക്ചറിലേക്ക് എങ്ങനെയാണ് വാലിഡ് ആയിട്ടുള്ള പ്രോപ്പറായിട്ടുള്ളൊരു ബ്രേക്ക് ഔട്ട് സ്ട്രക്ചറും വാലിഡ് ആയിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള ചേഞ്ച് ഓഫ് ക്യാരക്ടറും എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകണം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ എന്താണെന്നുള്ളത്, അതിനെങ്ങനെയാണ് നമുക്ക് മാർക്കറ്റ് നോക്കാമെന്നുള്ളത് ആദ്യം പഠിക്കാം. അതിനുശേഷം നമുക്ക് ചേഞ്ച് ഓഫ് ക്യാരക്ടറിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ എന്താണെന്നുള്ളത് പറയാം. അപ്പോൾ ഇതിനു മുമ്പ് ആദ്യം തന്നെ ഞാൻ പറയുന്നു, ആദ്യമായിട്ട് വീഡിയോ കാണുന്നെങ്കിൽ നമ്മൾ ഈ മാസ്റ്റർ ക്ലാസ് സീരീസിൻ്റെ ഫസ്റ്റ് ക്ലാസ് മുതൽ കാണുക. അപ്പോഴാണ് നിങ്ങൾക്ക് പ്രോപ്പർ കണ്ടിന്യൂഷൻസ് ഇവിടെ ഉണ്ടാവുക കേട്ടോ. അപ്പോൾ പുതിയ മെമ്പേഴ്സ് എല്ലാവരും ആദ്യം മുതലുള്ള സീരീസ് കണ്ടുവരാം കേട്ടോ. നമുക്ക് സ്ട്രക്ചർ ആദ്യം പ്ലോട്ട് ചെയ്യാം അല്ലേ. മാർക്കറ്റിലൊരു ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു, ലോ ക്രിയേറ്റ് ചെയ്യുന്നു, ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഈ ഒരു കറൻ്റ്ലി മാർക്കറ്റിലുള്ള ഹൈനെ, ഒരു പ്രൈസിനെ, സിമ്പിളായിട്ട് നിങ്ങൾ പറഞ്ഞാൽ ഒരു ഹൈ, അതൊരു പ്രൈസ് അല്ലേ. അപ്പോൾ ഈ ഒരു ഹൈ പ്രൈസിനെ ബ്രേക്ക് ചെയ്യുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ, ബ്രേക്ക് ചെയ്യുന്ന സിറ്റുവേഷനിലാണ് നമുക്ക് പ്രോപ്പറായിട്ട് അവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. കാരണം എന്താ, ഒരു പ്രീവിയസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഹൈ പ്രൈസിനെ ബ്രേക്ക് ചെയ്യണം. അതിനെയാണ് നമ്മൾ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. എഗെയിൻ മാർക്കറ്റ് എന്താണ്, ഒരു ലോ ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, ലോ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ എന്താണ്, ഒരു ഹൈ ഉണ്ട്. സോ ഒരു അപ് ട്രെൻഡിങ് സ്ട്രക്ചറിൽ ഹൈനെയും ബ്രേക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് അവിടെ ഒരു വാലിഡ് ആയിട്ടുള്ള ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ നമുക്ക് ക്രിയേറ്റ് ആവാം അല്ലേ. അപ്പോൾ ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, ഇവിടെ പ്രോപ്പർലി ബ്രേക്ക് ഔട്ട് കിട്ടി അല്ലേ. ആ ഒരു പ്രൈസിനെ ബ്രേക്ക് ചെയ്തു. ഇവിടെയാണ് നമുക്ക് പ്രോപ്പർലി ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ ക്രിയേറ്റ് ആവാം. ഓക്കെ, അപ്പോൾ ഇത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ. നമ്മൾ ക്യാൻഡിൽ എന്ന് പറയുന്ന ഒരാളുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബിഹേവിയേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ എങ്ങനെയാണ് വാലിഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളത് നമുക്ക് പറയാം. അപ്പോൾ ഇത് പ്രോപ്പർലി മനസ്സിലായി. ഹൈസിനെയും ബ്രേക്ക് ചെയ്യുമ്പോഴാണ് ഒരു അപ് ട്രെൻഡിങ് സ്ട്രക്ചർ എന്ന് വെച്ചാൽ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള സ്ട്രക്ചറിൽ ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ നമ്മൾ പ്ലോട്ട് ചെയ്യാം. ഓക്കെ, ക്ലിയർ, ഫൈൻ. അപ്പോൾ ഇവിടെ സ്ട്രക്ചർ എല്ലാം അറിയാലോ അല്ലേ. സോ ഹൈസും ഹയർ ലോസും ആണ് പ്രോപ്പർലി അപ് ട്രെൻഡിങ് സ്ട്രക്ചറിലുള്ളത്. സോ ഹൈസിനെ ബ്രേക്ക് ചെയ്യുന്ന സിറ്റുവേഷൻ. പക്ഷേ ഈ ഒരു ബ്രേക്ക് ഔട്ടിൽ നമുക്ക് എങ്ങനെയാണ് ഒരു വാലിഡ് ബ്രേക്ക് ഔട്ടായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുക? ഞാൻ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതൊരു പ്രൈസ് ലെവലാണ്. ഓക്കെ, ഇതൊരു പ്രൈസ് ലെവലാണ്. ഈ ഒരു പ്രൈസ് ലെവലിൽ നിന്നും മാർക്കറ്റ് എന്ത് ചെയ്തു, ഒരു സെല്ല് ക്രിയേറ്റ് ചെയ്തു. ഇവിടെ നിന്ന് ഡൗൺ സൈഡിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്തു അല്ലേ. അപ്പോൾ ഇവിടെ കറൻ്റ്ലി നമ്മൾ പറഞ്ഞ പോലെ ഒരു ഹൈ പ്രൈസിൽ നിന്നും ഇവിടെ എന്ത് സംഭവിച്ചു, ഒരു ഡൗൺ സൈഡിലേക്കുള്ള സെൽ ഓഫ് മാർക്കറ്റിൽ ക്രിയേറ്റ് ആയി അല്ലേ. സോ ഇനി നമുക്കിവിടെ ഒരു കൺഫർമേഷൻ ക്യാൻഡിലേക്ക് വരാം. എങ്ങനെയാണ് ക്യാൻഡിൽ കൺഫർമേഷൻ നോക്കാം. 2 ടൈപ്സ് ഓഫ് ബ്രേക്ക് ഔട്ട് സ്ട്രക്ചേഴ്സ് മാർക്കറ്റിലുണ്ട്. അത് സ്ട്രക്ചർ മാപ്പിംഗ് എന്ന് പറയും. ഓൺ ഗോയിങ് നമ്മളത് പഠിക്കുന്നുണ്ട്. അതിൽ നമ്മൾ വാലിഡ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത് എപ്പോഴും ഒരു സ്റ്റോറിയിലേക്ക് നമുക്ക് വരാം. സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഇവിടെ ഒരു ക്യാൻഡിൽ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഇവിടെ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ക്യാൻഡിൽ ഉണ്ടെന്ന് വിചാരിക്കാം. ഈ ലെവലിൽ ഞാനൊന്ന് കളർ ചേഞ്ച് ചെയ്യാം. സോ ഇതൊരു ബുള്ളിഷ് ആയിട്ടുള്ള ക്യാൻഡിലാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ രീതിയിൽ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളല്ലേ എപ്പോഴും നിങ്ങൾ ചില കണ്ടീഷൻ കാണാറുണ്ട്, വിക്ക് മാർക്കറ്റിൽ ബിയേഴ്സ് ആയിട്ട് പ്ലോട്ട് ചെയ്യുന്നുണ്ട്. ചില സിറ്റുവേഷൻസിൽ എന്താണ്, ബോഡി ബിയേഴ്സ് ആയിട്ട് പ്ലോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 2 സിറ്റുവേഷൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ എന്ന് പറഞ്ഞ് നിങ്ങൾ കൺസിഡർ ചെയ്യുന്ന സിറ്റുവേഷനിൽ ഇവിടെ എന്താണ് ആക്ച്വലി നടന്നിട്ടുള്ളത്, ഇവിടെ എന്താണ് ശരിക്കും നടന്നിട്ടുള്ളത്. എപ്പോഴും നമ്മൾ ഈ ഒരു പ്രൈസിന് എബോ
സസ്റ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്യാൻഡിലിൻ്റെ ഓപ്പൺ എന്ന് പറയുന്നത് എവിടെയാണ്? താഴെയാണ് അല്ലേ, ബുള്ളിഷ് ക്യാൻഡിലാണ്. ഹൈ ഇവിടെ വരെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇവിടെ ലാസ്റ്റ് എന്താണ്, ഇവിടുത്തെ സ്റ്റോറി എന്താണ്, ഇവർക്ക് ഈ ഒരു ഹൈന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? സസ്റ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ അവർക്ക് അവിടെ സ്റ്റേബിളായിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിലല്ലേ ഇവിടെ പ്രോപ്പർലി അവിടെ ഒരു സ്ട്രെങ്ത് കിട്ടിയെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ. സോ ഇവിടെ നമുക്ക് മെയിൻലി നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ബുള്ളിഷ് ക്യാൻഡിലിൻ്റെ എപ്പോഴും മാർക്കറ്റിൽ ഹയർ ഹൈനെയോ ബ്രേക്ക് ചെയ്യുമ്പോൾ ബുള്ളിഷ് ക്യാൻഡിലിൻ്റെ ക്ലോസ് ഈ പറയുന്ന പ്രീവിയസ് ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വിക്കിന് എബോ ഉണ്ടെങ്കിലാണ് നമ്മൾ ഇതിനെ ഒരു വാലിഡ് ആയിട്ടുള്ള ബ്രേക്ക്ഔട്ട് സ്ട്രക്ചറായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇത് ഫസ്റ്റ് കണ്ടീഷനാണ്. ഓക്കെ, ഫസ്റ്റ് കണ്ടീഷനാണ് നമ്മൾ ഇപ്പോൾ നോക്കുന്നത്. ഇത് സ്ട്രക്ചർ മാപ്പിംഗ് നിങ്ങൾ നോക്കുന്ന സമയത്ത് അറിയാം, വിക്ക് കൺസിഡർ ചെയ്യുന്നുണ്ട്. സോ അത് കുറച്ചും കൂടെ അഡ്വാൻസ് ലെവലിലേക്ക് നമുക്ക് ഓൺഗോയിങ് പഠിക്കാം. പക്ഷേ ഫസ്റ്റ് നിങ്ങൾ ഇതിൽ നിന്ന് വേണം കണ്ടിന്യൂ ചെയ്യാനായിട്ട്, മനസ്സിലാവും. സോ ഇതാണ് പ്രോപ്പർലി വാലിഡ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മനസ്സിലായോ? പ്രോപ്പറായിട്ട് ഇവിടെ എന്താണ് ക്യാൻഡിലിൻ്റെ ക്ലോസ്. അപ്പോൾ എല്ലാവർക്കും വാലിഡ് ആയിട്ടുള്ള ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ എന്താണെന്നുള്ളത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സിമ്പിളായിട്ട് മനസ്സിലായല്ലോ കാര്യം. ഇവിടെ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുക, അപ്പോഴാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ബയേഴ്സ് സസ്റ്റെയിൻ ചെയ്ത് അവിടെ പ്രോപ്പർലി സ്റ്റേബിൾ ആയിട്ട് നിന്നിട്ടുള്ളത്. സോ ആ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ഇതിനൊരു വാല്യൂ നമ്മൾ കൊടുക്കേണ്ടത്, മനസ്സിലായോ? സോ ഒരു അപ് ട്രെൻഡിങ് സ്ട്രക്ചറുള്ള സിറ്റുവേഷനിൽ ഇതാണ് കേട്ടോ. അപ്പോൾ ബുള്ളിഷ് ആയിട്ടുള്ള സിനാരിയോയിൽ ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നത് പ്രോപ്പർലി ഒരു ഹയർ ഹൈ ആണ്, ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലേ. ഇനി നമുക്ക് ബേറിഷ് സിനാരിയോ നോക്കിയാലോ. ബേറിഷ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഒരു ഹൈ പ്രൈസിൽ നിന്നും ലോ പ്രൈസ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, എഗെയിൻ മാർക്കറ്റ് ഒരു ഹൈ പ്രൈസ് ക്രിയേറ്റ് ചെയ്തു. സോ ഇവിടെ എന്തൊക്കെയാണുള്ളത്, ഇവിടെ ഒരു ഹൈ പ്രൈസ് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ലോ പ്രൈസ് മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എഗെയിൻ മാർക്കറ്റ് ഇവിടെ ഒരു ബ്രേക്ക് ചെയ്തു അല്ലേ, ഈ ലോവർ ലോയിനെ ബ്രേക്ക് ചെയ്തു അല്ലേ. ബ്രേക്ക് ചെയ്തപ്പോൾ മാർക്കറ്റിൽ എന്താ, പുതിയൊരു ലോവർ ലോ ക്രിയേറ്റ് ആയി. സോ ഈ സിറ്റുവേഷനിലാണ് നമുക്ക് ഇവിടെ പ്രോപ്പർലി ഒരു ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ ഡൗൺ സൈഡിലേക്ക് നമുക്ക് ഒരു ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ ഉണ്ടാവുന്നത്, മനസ്സിലായോ? പ്രോപ്പർലി ഇവിടെ എന്താണ് സംഭവിച്ചത്, ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു. ഈ ഒരു ലോവർ ഹൈ ആണ് ഇവിടെ ഉള്ളത് അല്ലേ. അപ്പോൾ ലോവർ ലോസിനും ലോയിനെയും ബ്രേക്ക് ചെയ്യുന്നതാണ് ഒരു ഡൗൺ ട്രെൻഡിങ് സ്ട്രക്ചറിൽ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യാം, ബ്രേക്ക് ഔട്ട് സ്ട്രക്ചറായിട്ട് നോക്കുന്നത്. കണ്ടോ, ഡൗൺ സൈഡിലേക്ക് വന്ന സമയത്ത് ലോവർ ലോയിനെ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് വാലിഡ് ആയിട്ട് നമുക്ക് അവിടെ ഒരു ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ ക്രിയേറ്റ് ആവാം അല്ലേ. അപ്പോൾ രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് നോക്കണം. എന്താണ്, വാലിഡ് ആയിട്ടുള്ള കണ്ടീഷൻ അല്ലേ. ഇപ്പോൾ ഇവിടെ നമ്മൾ ഓൾറെഡി ബുള്ളിഷ് സിനാരിയോ ഡിസ്കസ് ചെയ്തു. ഇവിടെ എന്താണ്, ബേറിഷ് ആയിട്ടുള്ള ഒരു സിനാരിയോ മാർക്കറ്റിലുണ്ട് അല്ലേ. അപ്പോൾ ഈ ബേറിഷ് ആയിട്ടുള്ള സിനാരിയോയിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് അറിഞ്ഞിരിക്കണ്ടേ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമല്ലേ. സോ ഇത് കണക്ട് ചെയ്ത് നിങ്ങളിതിനെ ക്ലബ് ചെയ്ത് വേണം മുമ്പോട്ടുള്ള കാര്യങ്ങൾ അപ്ലൈ ചെയ്ത് വരാൻ കേട്ടോ. അപ്പോൾ ഇവിടെ എന്താണ്, പ്രോപ്പർലി ക്യാൻഡിൽ ക്ലോസ് അല്ലേ, അപ്പ് സൈഡിൽ ക്യാൻഡിൽ ക്ലോസ് പോലെ തന്നെ നമുക്ക് ഇവിടെ എന്താ വേണ്ടേ, ഇവിടെ സ്ട്രോങ് ആയിട്ട് മാർക്കറ്റിൽ എന്തുണ്ടാവും നമുക്ക് നോക്കാം. നേരെ ഓപ്പോസിറ്റ് കണ്ടീഷൻ അല്ലേ. ഈ ഒരു ലെവലിൽ മാർക്കറ്റ് എന്ത് ചെയ്യാണ്, ഡൗൺ സൈഡിലേക്ക് മൂവ് ചെയ്തു. അഗെയിൻ അപ്പ് സൈഡിലേക്ക് മൂവ് ചെയ്തു. അഗെയിൻ മാർക്കറ്റ് എന്ത് ചെയ്യണം, ഈ പറയുന്ന ലോ അല്ലേ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പ്രോപ്പർലി ഒരു ഹൈ ഉണ്ട്, ഇവിടെ ഒരു ലോ ഉണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു ലോയിനെ മാർക്കറ്റ് ലോയും ആവാം ലോവർ ലോയും ആവാം കേട്ടോ. അപ്പോൾ ഈ ഒരു ലെവലിനെ മാർക്കറ്റിൽ എന്താണ്, നിങ്ങൾ പ്രോപ്പർലി ആ ഒരു വിക്ക് ഇവിടെ പ്ലോട്ട് ചെയ്യണം. ഇത് നമ്മൾ ചാർട്ടിലേക്ക് പോകുന്നുണ്ട് കേട്ടോ, ചാർട്ടിലേക്ക് പ്രോപ്പറായിട്ട് പ്ലോട്ട് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് നമുക്ക് തിയറി പഠിച്ചിട്ട് അതിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് വേണ്ടത്, ഇവിടെ നമ്മൾ ബുള്ളിഷ് ക്യാൻഡിലാണ് സിനാരിയോ. ഇവിടെ എന്താ, ബേറിഷ് ആയിട്ടുള്ള ഡയറക്ഷൻ അല്ലെങ്കിൽ സ്ട്രക്ചറാണ് ഇവിടെ ഉണ്ടാവുക അല്ലേ. അപ്പോൾ ഈ ബേറിഷ് ആയിട്ടുള്ള സ്ട്രക്ചറിൽ നമുക്ക് പ്രോപ്പർലി എന്താണ് കൺഫർമേഷൻ വേണ്ടത്, ഒരു പ്രോപ്പറായിട്ടുള്ള ബേറിഷ് ക്യാൻഡിൽ ക്ലോസ് നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം, കിട്ടണം. ഈ ഒരു ബേറിഷ് ക്യാൻഡിൽ ക്ലോസ് കിട്ടുമ്പോഴാണ് നമ്മൾ ഇവിടെ എന്താവുക, പ്രോപ്പറായിട്ട് ഇതിനൊരു ബിയേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ക്ലിയർ? ഓക്കെ, അപ്പോൾ ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സ്ട്രക്ചർ പ്രോപ്പർലി നമ്മൾ എപ്പോഴും ഒരു ബ്രേക്ക് ഔട്ട് വാലിഡ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത് എന്താണ്, പ്രോപ്പർലി ക്യാൻഡിൽ ക്ലോസിനെയാണ്. ഇങ്ങനെ ഒരു വിക്ക് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്താണ്, പ്രോപ്പർലി മാർക്കറ്റ് ഇവിടെ വന്ന് ജസ്റ്റ് ഒന്ന് ഗ്രാബ് ചെയ്തു അല്ലേ, സസ്റ്റെയിൻ ചെയ്തിട്ടില്ല. എഗെയിൻ മാർക്കറ്റ് എന്ത് ചെയ്യാം, മേ ബി അവിടെ ഈ ഒരു ലോയിലേക്ക് ബ്രേക്ക് ചെയ്തു പോകാം. അപ്പോൾ വാലിഡ് ആയിട്ടുള്ള എന്തവിടെ ക്രിയേറ്റ് ആവുന്നില്ല, ഒരു ഹയർ ലോ ഇവിടെ ക്രിയേറ്റ് ആവുന്നില്ല. ഹയർ ലോ വാലിഡ് ആയിട്ട് ഇവിടെ ക്രിയേറ്റ് ആവുന്ന സിറ്റുവേഷനിൽ ബ്രേക്ക് ഔട്ടിൻ്റെ വാലിഡിറ്റി ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഇവിടെ ഒരു ഹയർ ലോയും ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്, മനസ്സിലായോ? അപ്പോൾ രണ്ട് കണ്ടീഷനിലും ബേറിഷ് സിനാരിയോയിൽ ബേറിഷ് ക്യാൻഡിൽ ക്ലോസും ബുള്ളിഷ് സിനാരിയോയിൽ ബുള്ളിഷ് ക്യാൻഡിൽ ക്ലോസും നമുക്ക് ഈ പറയുന്ന ബ്രേക്ക് ഔട്ട് സ്ട്രക്ചറിൽ കിട്ടണം.
ക്ലിയർ? ഫൈൻ. അപ്പോൾ എല്ലാവർക്കും ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ എന്താണെന്നുള്ളതും വാലിഡ് ആയിട്ട് നമ്മൾ എങ്ങനെ കൺസിഡർ ചെയ്യണമെന്നുള്ളതും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ എല്ലാവർക്കും ക്ലിയർ ആയി അല്ലേ? ഇനി നമുക്ക് എന്താണ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്ന് കൂടി നോക്കിയിട്ട് നമുക്ക് ചാർട്ടിലേക്ക് നമ്മൾ പ്രീവിയസ് പഠിച്ച കാര്യങ്ങൾ എല്ലാത്തിനെയും ക്ലബ് ചെയ്ത് എങ്ങനെയാണ് ഇതിനെ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്താണെന്ന് നോക്കിയാലോ? എന്താണ് സിമ്പിളായിട്ട് ആലോചിച്ച് നോക്കി. ചേഞ്ച് ഓഫ് ക്യാരക്ടർ കറൻ്റ്ലി മാർക്കറ്റിലുള്ള ക്യാരക്ടറിൽ ഉണ്ടാവുന്ന ചേഞ്ച്. മാർക്കറ്റിന് എന്ത് സ്വഭാവമുള്ളത്? ബയറിൻ്റെയും സെല്ലറിൻ്റെയും സ്ട്രെങ്ത് അല്ലേ? ഇവർക്ക് തമ്മിലല്ലേ സ്വഭാവം വ്യത്യാസങ്ങൾ ഉണ്ടാവുക. ഒന്നെങ്കിൽ സ്ട്രോങ് ആയിട്ട് മാർക്കറ്റിൽ ബയേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ട് മാർക്കറ്റിൽ സെല്ലേഴ്സ് ഉണ്ടാവും. ഇവരുടെ ക്യാരക്ടറിൽ ഉണ്ടാവുന്ന ചേഞ്ചസ്, ബയർ കൺട്രോൾ ചെയ്യുന്ന ഒരു മാർക്കറ്റിനെ സെല്ലർ എന്ത് ചെയ്യുന്നു? കൺട്രോളിലേക്ക് ടേക്ക് ചെയ്യുന്ന സിറ്റുവേഷനെയാണ് നമ്മളൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ എല്ലാവർക്കും ഉണ്ടാവുന്ന കാര്യമാണ് ബ്രേക്ക്ഔട്ട് സ്ട്രക്ചറും ചേഞ്ച് ഓഫ് ക്യാരക്ടറും സെയിം ആണോ? സെയിം ആണ്. പക്ഷേ ട്രെൻഡ് റിവേഴ്സ് ആവുക എന്ന് വെച്ചാൽ കറൻ്റ്ലി ഉള്ള ബുള്ളിഷ് സ്ട്രക്ചർ ബെയറിഷ് സ്ട്രക്ചറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്ന് പറയുന്നത്. മനസ്സിലായോ? സോ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. കറൻ്റ്ലി ഇവിടുന്ന് മാർക്കറ്റ് അപ്പ് ട്രെൻഡിങ് സ്ട്രക്ചറിൽ പോവാണ്. ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു, ലോ ക്രിയേറ്റ് ചെയ്യുന്നു, ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു, ഹയർ ലോ ക്രിയേറ്റ് ചെയ്യുന്നു, ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു, ഹയർ ലോ ക്രിയേറ്റ് ചെയ്യുന്നു, ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു. സോ ഈ ഒരു സിറ്റുവേഷനിൽ പ്രോപ്പർലി മാർക്കറ്റിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? ഒരു അപ്പ് ട്രെൻഡിങ് സ്ട്രക്ചറാണ് അല്ലേ? ഇവിടെ ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു, എഗെയിൻ ഇവിടെ ഒരു ഹയർ ലോ ക്രിയേറ്റ് ചെയ്യുന്നു, എഗെയിൻ നമുക്ക് എല്ലാം ഒന്ന് പ്ലോട്ട് ചെയ്യാം അല്ലേ? ഹയർ ഹൈ, ഹയർ ലോ. സോ ഇവിടെ കറൻ്റ്ലി എന്താണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്? പ്രോപ്പർലി ബ്രേക്ക്ഔട്ടുകളൊക്കെ അല്ലേ? പ്രോപ്പർ ബ്രേക്ക്ഔട്ടൊക്കെ നമുക്ക് പ്ലോട്ട് ചെയ്യണം. പ്രോപ്പറായിട്ട് മാർക്കറ്റിലൂടെ BOS ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? സോ ഇവിടെ പ്രോപ്പറായിട്ട് മാർക്കറ്റിൽ എന്താണ് ഒരു ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ, മാർക്കറ്റിൽ ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ നമുക്ക് കാണാം അല്ലേ? ഇനി ഇവിടെയാണ് നമ്മൾ പ്രോപ്പർലി കൺഫർമേഷൻ നോക്കേണ്ടത്. ഇവിടെ വാലിഡ് ആയിട്ടുള്ള ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ ആണോ എന്നുള്ളത് നമ്മൾ ആദ്യം ക്രോസ് ചെക്ക് ചെയ്യണം അല്ലേ? വാലിഡ് ആയിട്ടുള്ള ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ കിട്ടി, പുതിയൊരു ഹൈ മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? എപ്പോഴാണോ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഹയർ ലോയിനെ ബ്രേക്ക് ചെയ്യുന്നത്, ഇവിടെ എന്താണ് സംഭവിച്ചത്? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഹയർ ലോ എന്ന് പറഞ്ഞാൽ ഇവിടെ സ്ട്രോങ് ആയിട്ട് ബയേഴ്സ് ആക്റ്റീവ് ആയി, എഗെയിൻ ബയേഴ്സ് ആക്റ്റീവ് ആയി. അപ്പോൾ ഈ ഒരു ലെവലിലൊക്കെ പ്രോപ്പർ ആയിട്ടുള്ള പ്രൈസിനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത്? പ്രോപ്പറായിട്ടൊരു ഹയർ ലോയിനെയും ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ ആണോ? അതെ, ഇതൊരു ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ തന്നെയാണ് അല്ലേ? പക്ഷേ ഇതിനെ നമ്മൾ ബുള്ളിഷ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറിൻ്റെ ട്രെൻഡ് ചേഞ്ച് ആവുന്ന സിറ്റുവേഷൻ ആണ് അല്ലേ? ഇവിടെയുള്ള ബെയറിഷ് ആയിട്ടുള്ളൊരു സെന്റിമെന്റ്സ് ആണ് മാർക്കറ്റിൽ വരുന്നത്. ഇനി എന്താണ്? മാർക്കറ്റിന് ഒരു ബെയറിഷ് ആയിട്ടുള്ള സിനാരിയോ ആയിരിക്കും ഉണ്ടാവുക. സോ ഇതിൻ്റെ ഒരു കൺഫർമേഷൻ ആണ്, ഡൗൺ ട്രെൻഡിങ് സ്ട്രക്ചറിൻ്റെ കൺഫർമേഷൻ ആണ് നമുക്ക് ഇവിടെയുള്ള എന്ത്? ചേഞ്ച് ഓഫ് ക്യാരക്ടർ. മനസ്സിലായോ? ഒരു അപ്പ് ട്രെൻഡിങ് സ്ട്രക്ചറിൽ മാർക്കറ്റ് പോകുന്ന സമയത്ത് ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഹയർ ഹൈ, അതിന് താഴെയുള്ള ഹയർ ലോയിന് എപ്പോഴാണോ പ്രൈസ് ബ്രേക്ക് ചെയ്യുന്നത്, അവിടെയാണ് നമ്മൾ പ്രോപ്പർലി ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആയിട്ട് മനസ്സിലാക്കുക. ഇപ്പോൾ ഇവിടെ എന്താണ്? അപ്പ് ട്രെൻഡിങ് സ്ട്രക്ചറിൽ പോയിട്ടുള്ള മാർക്കറ്റ് ഇനി എന്ത് ചെയ്യാം? ഇനി ഒരു ഡൗൺ ട്രെൻഡിങ് സ്ട്രക്ചറിലേക്ക് പോവാം എന്നുള്ളൊരു കൺഫർമേഷനെയാണ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ നമുക്ക് പറഞ്ഞു തരുന്നത്. ക്ലിയർ? എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നും കൂടെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എഗെയിൻ നമുക്കിനി എന്താണ്? ഇതൊരു ഡൗൺ സൈഡിലേക്കുള്ള ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആണ് അല്ലേ? ഇനി നമുക്കൊരു ഡൗൺ ട്രെൻഡിങ് സ്ട്രക്ചറിൽ നിന്ന് എങ്ങനെയായിരിക്കും വരാം? ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു, ലോവർ ലോ ക്രിയേറ്റ് ചെയ്യുന്നു, ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു, ലോവർ ലോ ക്രിയേറ്റ് ചെയ്യുന്നു, ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു, ലോവർ ലോ ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, സോ ഇവിടെ നമുക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ വരാം? ബ്രേക്ക്ഔട്ട് അല്ലേ? നമ്മളിപ്പോൾ പ്രോപ്പർലി പഠിച്ചു. ഇവിടെ ഡൗൺ സൈഡിലേക്കാണ് ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ വരിക. ഇവിടെ ഒരു ലോവർ ലോ ക്രിയേറ്റ് ആയി അല്ലേ? അപ്പോൾ ഒരു ഹയർ ലോയിനെ ബ്രേക്ക് ചെയ്തു, ലോവർ ലോ ക്രിയേറ്റ് ചെയ്തു, ഇവിടെ ഒരു ഡൗൺ ട്രെൻഡിങ് സ്ട്രക്ചർ കൺഫർമേഷൻ ആയി. എഗെയിൻ മാർക്കറ്റിൽ ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തു. പ്രോപ്പർലി ഇവിടെ ഒരു ഡൗൺ സൈഡിലേക്കുള്ള മൂവ്മെന്റ് ആണ് മാർക്കറ്റിൽ വന്നിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഇനി ഇവിടെ നമുക്ക് എന്താണ്? നമുക്ക് മേജറായിട്ടൊരു കൺഫർമേഷൻ വേണം. ഇവിടെ ഒരു സ്ട്രെങ്ത്തിൽ ഉണ്ടാവുന്ന ചേഞ്ച് അല്ലെങ്കിൽ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ നമുക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം? മാർക്കറ്റിൽ ഡൗൺ ട്രെൻഡിങ് സ്ട്രക്ചറിൽ ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ലോവർ ലോ ആൻഡ് ലോവർ ഹൈ പ്ലോട്ട് ചെയ്ത് നോക്കുക. എപ്പോഴാണോ ഈ ഒരു ലോവർ ഹൈനെ ബ്രേക്ക് ചെയ്യുന്നത് അവിടെയാണ് നമുക്ക് പ്രോപ്പർലി ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടുക. അപ്പ് സൈഡിലേക്കുള്ള ട്രെൻഡ് റിവേഴ്സിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ നമുക്ക് കിട്ടുക. മനസ്സിലായോ? സോ ഡൗൺ സൈഡിലേക്ക് ഹയർ ലോയിനെ ബ്രേക്ക് ചെയ്യുമ്പോഴും അപ്പ് സൈഡിലേക്ക് ലോവർ ഹൈനെ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് വാലിഡ് ആയിട്ടുള്ളൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ നമുക്ക് കിട്ടുന്നത്. മനസ്സിലായോ? സോ ഇവിടെ നമുക്ക് വേറൊരു കാര്യം എന്താണ്? വാലിഡ് ആയിട്ടുള്ള ചേഞ്ച് ഓഫ് ക്യാരക്ടർ. നമ്മൾ എന്താണ് കറൻ്റ്ലി നോക്കിയിട്ടുണ്ടായിരുന്നത്? ഇവിടെ ബ്രേക്ക്ഔട്ട് സ്ട്രക്ചറിൽ നമ്മൾ എന്താണോ കൺസിഡർ ചെയ്തത് അത് തന്നെയാണ് നമ്മൾ ചേഞ്ച് ഓഫ് ക്യാരക്ടറിൽ വേണ്ടത്. ഇവിടെ പ്രോപ്പർലി നമുക്ക് വേണ്ട കൺഫർമേഷൻ ഈ ഒരു ഹയർ ലോയിനെ ബ്രേക്ക് ചെയ്യുമ്പോൾ
സ്ട്രോങ് ആയിട്ടുള്ള ആര് വേണം? ബുള്ളിഷ് ആയിട്ടുള്ള ക്യാൻഡിൽ ക്ലോസ് നമുക്ക് ഇതിന് എബോവ് കിട്ടണം കേട്ടോ. ബുള്ളിഷ് ആയിട്ടുള്ള ക്യാൻഡിലാണ് അപ്പ് സൈഡിലേക്ക് നമുക്ക് വേണ്ടത്. മനസ്സിലായോ? അപ്പ് സൈഡിലേക്കുള്ള ചേഞ്ച് ഓഫ് ക്യാരക്ടർ ബുള്ളിഷ് ക്യാൻഡിൽ ക്ലോസും, ഡൗൺ സൈഡിലേക്കുള്ള ചേഞ്ച് ഓഫ് ക്യാരക്ടറിൽ നമുക്ക് ഇവിടെ ഒരു ബെയറിഷ് ക്യാൻഡിൽ ക്ലോസും ആണ് വേണ്ടത് കേട്ടോ. സോ ഇങ്ങനെയാണ് പ്രോപ്പർലി നമ്മൾ ചേഞ്ച് ഓഫ് ക്യാരക്ടറിലും വാലിഡ് ആയിട്ടുള്ള ചേഞ്ച് ഓഫ് ക്യാരക്ടർ കൺസിഡർ ചെയ്യുന്നത്. സോ എല്ലാവർക്കും പ്രോപ്പർലി ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്താണ്, വാലിഡ് ആയിട്ടുള്ള ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്താണെന്നുള്ളതും ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ എന്താണെന്നുള്ളതും പ്രോപ്പർലി ക്ലിയർ ആയിട്ട് മനസ്സിലായി. തിയറി മനസ്സിലായില്ലേ? ഓക്കെ ഫൈൻ. സോ ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് ചാർട്ടിലേക്ക് പ്ലോട്ട് ചെയ്യുക എന്നുള്ളത് നോക്കിയാലോ. ഓക്കെ, നമുക്കൊരു ദിവസത്തെ ഡയറക്ഷൻ ബേസ് ചെയ്തിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് 24th ഫസ്റ്റ് ക്യാൻഡിൽ എന്ത് ചെയ്തു? ഓപ്പൺ ചെയ്തു അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ് കറന്റ് ഉള്ളത്? ഒരു ഹൈ പ്രൈസ് മാർക്കറ്റിലുണ്ട്, അതുപോലെ തന്നെ ഒരു ലോ പ്രൈസ്. നമ്മൾ സ്ട്രക്ചർ ആദ്യം തന്നെ നമ്മൾ പ്ലോട്ട് ചെയ്ത് നോക്കാം കേട്ടോ. ലോ പ്രൈസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ വാലിഡ് ആവേണ്ട എവിടെയാ? ഈ ഒരു ലോയിനെയോ ഈ ഒരു ഹൈനെയോ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുക അല്ലേ. ഡൗൺ സൈഡ് ഓർ അപ്പ് സൈഡ് അല്ലേ. എഗെയിൻ വെയിറ്റ് ചെയ്യാം. മാർക്കറ്റ് അപ്പ് സൈഡ് പോയി. എഗെയിൻ കണ്ടോ, ഇവിടെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്തോ? യെസ്, ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ കിട്ടി. എന്തുകൊണ്ടാണ്? ഇവിടെ ക്യാൻഡിൽ പ്രോപ്പർലി ക്ലോസ് ചെയ്തിട്ടുണ്ടോ? യെസ് ഫൈൻ, ക്ലോസ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ എഗെയിൻ സ്ട്രക്ചർ എന്ത് ചെയ്തു? ഇവിടെ ഒരു പുതിയൊരു ബ്രേക്ക് ഔട്ട് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തു. ഇനി എന്താണ് മാർക്കറ്റ്? ഒരു ലോ ക്രിയേറ്റ് ചെയ്തതിന് ലോവർ ഹൈ മാർക്കറ്റിൽ ക്രിയേറ്റ് ആവണം അല്ലേ. നമുക്ക് നോക്കാം. ഒരു ലോവർ ഹൈ, യെസ് ഫൈൻ. ഇതൊരു ലോവർ ഹൈ ആണോ? അതെ അല്ലേ. ഇതൊരു ലോവർ ഹൈ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതൊരു ബ്രേക്ക് ഔട്ട് ആണോ? അതെ അല്ലേ. ഇതൊരു ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ ഇവിടെ പ്രോപ്പർലി വന്നു. ഇവിടെ ക്യാൻഡിൽ ക്ലോസ് ചെയ്തു അല്ലേ. അപ്പോൾ എഗെയിൻ മാർക്കറ്റിൽ എന്താണുള്ളത്? പിന്നെ ഇവിടെ പുതിയൊരു ലോവർ ലോ മാർക്കറ്റിൽ ക്രിയേറ്റ് ആയിട്ടുണ്ട് അല്ലേ. ഇവിടെ ഒരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്തു. അതേപോലെ ഇവിടെ ഒരു ലോവർ ഹൈ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ലോവർ ഹൈ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ്. ഈ ആളെ നമ്മൾ എന്ത് ചെയ്യണം? പ്ലോട്ട് ചെയ്ത് പോയാലാണ് നമുക്ക് ചേഞ്ച് ഓഫ് ക്യാരക്ടർ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സിൽ ഉണ്ടാവുന്ന ചേഞ്ച് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവിടെ പ്രോപ്പർലി ഒരു റിട്ടെസ്റ്റ് വന്നു. എഗെയിൻ മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് വന്നു അല്ലേ. ഇവിടെ ഡൗൺ ട്രെൻഡിങ് സ്ട്രക്ചറാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. എഗെയിൻ നമുക്ക് ഇവിടെ എന്താണ്? യെസ്, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇത് ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആയിട്ട് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഇവിടെ എന്താണ് പ്രോപ്പർലി നടന്നിട്ടുള്ളത്? പ്രോപ്പറായിട്ട് അവിടെ ഒരു ലിക്വിഡിറ്റി ഗ്രാബാണ് നടന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ പാനിക് ആവണ്ട, ഓൺഗോയിങ് നമ്മൾ അതൊക്കെ പഠിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ എന്താണ്? ട്രെൻഡ് റിവേഴ്സൽ. ഇതിനെ ഒരിക്കലും നമുക്കൊരു CH ആയിട്ട് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇവിടെ CH ആയിട്ട് കൺസിഡർ ചെയ്താൽ എന്താണ്? മാർക്കറ്റ് ലോ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു ലോ ക്രിയേറ്റ് ചെയ്ത് ലോ ഹൈ അല്ലേ. ലോ ക്രിയേറ്റ് ചെയ്ത് ഇനി ഒരു ഹൈനെ ബ്രേക്ക് ചെയ്യുന്ന സിറ്റുവേഷൻ ആയിരിക്കും നമ്മൾ അവിടെ കൺസിഡർ ചെയ്യുക. അപ്പ് ട്രെൻഡിങ് സ്ട്രക്ചർ ആയിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുക. പക്ഷേ ഇവിടെ എന്തായിരിക്കും നടക്കണമെന്ന് നമുക്ക് നോക്കാം. കണ്ടോ, ഈ രീതിയിലുള്ള റിയാക്ഷൻ ആയിരിക്കും. അപ്പോൾ വാലിഡ് ആയിട്ടുള്ള ചേഞ്ച് ഓഫ് ക്യാരക്ടറും ബ്രേക്ക് ഔട്ട് സ്ട്രക്ചറും പ്രോപ്പറായിട്ട് പ്ലോട്ട് ചെയ്തില്ലെങ്കിൽ ഇതേപോലെയുള്ള ട്രാപ്പുകളിൽ നിങ്ങൾ പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്? ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആണോ ഇത്? അല്ല. ഇവിടെ പ്രോപ്പർലി സ്ട്രക്ചറിൻ്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ് ഡൗൺ സൈഡിലേക്ക് വന്നത്. ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് മാർക്കറ്റ് വന്നു കണ്ടോ. അപ്പോൾ വാലിഡ് ആയിട്ടുള്ള കണ്ടീഷൻ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള ട്രാപ്പിലൊന്നും നമ്മൾ എന്ത് ചെയ്യില്ല, ചെന്ന് വീഴില്ല കേട്ടോ. അപ്പോൾ എഗെയിൻ മാർക്കറ്റ് ഹൈ ക്രിയേറ്റ് ചെയ്തു, ലോവർ ലോ ക്രിയേറ്റ് ചെയ്തു അല്ലേ. ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തു, എഗെയിൻ പുതിയൊരു ലോവർ ലോ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തു. ഇനി നമ്മൾ നോക്കേണ്ട സ്ഥലം ലോവർ ഹൈ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ലോവർ ഹൈ പ്ലോട്ട് ചെയ്ത് വെച്ചാലാണ് നമുക്ക് എന്ത് മനസ്സിലാവുക? നമുക്ക് ഈ പറയുന്ന ട്രെൻഡ് റിവേഴ്സൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. യെസ്, എഗെയിൻ മാർക്കറ്റിൽ ഒരു ഹൈ പ്രൈസ് വന്നു അല്ലേ. ഇതൊരു അപ്പ് സൈഡിലേക്ക് വന്നു. അപ്പ് സൈഡിലേക്ക് പ്രൈസ് മൂവ് ചെയ്തു. എഗെയിൻ ഡൗൺ സൈഡിലേക്ക് പ്രൈസ് മൂവ് ചെയ്തു. അവിടെ ഒരു ബ്രേക്ക് ഔട്ട് നടന്നു അല്ലേ. ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്ത് ക്യാൻഡിൽ ക്ലോസ് ചെയ്തു. യെസ്, ക്ലോസ് ചെയ്തു അല്ലേ. പ്രോപ്പറായിട്ടൊരു ബ്രേക്ക് ഔട്ട് എഗെയിൻ അവിടെ സംഭവിച്ചിട്ടുണ്ടാവും. ചെറുതായിട്ടൊന്ന് ലൈറ്റായിട്ട് കളർ ഒന്ന് കുറക്കാം. ഓക്കെ അല്ലേ. അപ്പോൾ ബ്രേക്ക് ഔട്ടിലൂടെ ക്യാൻഡിൽ ക്ലോസ് കിട്ടി. ഇനി നമ്മൾ ഈ ഒരാളെ എവിടെയാണ് വാലിഡ് ആയിട്ടുള്ള ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഇട്ടെങ്കിൽ ഇവിടെ. കാരണം എന്താണ്? ഇതാണ് കറൻ്റ്ലി ലോവർ ഹൈ. ഡൗൺ ട്രെൻഡിങ് സ്ട്രക്ചറാണ്. ലോവർ ഹൈനെ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇവിടെ സെൻറ്റിമെൻറ്റ്സിൽ ചേഞ്ച് കൺഫേം ആവുക കേട്ടോ. സോ പുതിയൊരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്തു. അടുത്ത ലോ ഹൈ നമ്മൾ പ്ലോട്ട് ചെയ്ത് വെച്ചു. എഗെയിൻ മാർക്കറ്റ് എന്ത് ചെയ്യാണ്? ഈ ഒരു ലെവലിലേക്ക് വന്നു അല്ലേ. ഇവിടെ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല അല്ലേ. ഇവിടെ നോക്കിയാൽ നല്ല വലിയൊരു വിക്ക് ഇവിടെ കാണാം. അതിൻ്റെ അവിടെ അർത്ഥം എന്താണ്? പ്രോപ്പറായിട്ട് അവിടെ വന്നു, പക്ഷെ നല്ല രീതിയിൽ റിജക്ഷൻ അവിടെ നിന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അവിടെ പ്രോപ്പർലി റിവേഴ്സ് ആയിട്ടില്ല. എഗെയിൻ നമുക്ക് എന്താണ്? ഇവിടെ ഒരു ക്യാൻഡിൽ ക്ലോസ് കിട്ടുന്നവരെ ട്രെൻഡ് റിവേഴ്സ് ആയിട്ടില്ല. ഫൈൻ. നമുക്ക് എന്താണ്? ഈ ലോയിലേക്ക് മാർക്കറ്റിന് വരില്ല എന്നുള്ളത് നോക്കാം. ഫൈൻ. ഇവിടെ എന്താണ്? ബ്രേക്ക് ചെയ്തോ? യെസ്, പ്രോപ്പർലി ബ്രേക്ക് ഔട്ട് മാർക്കറ്റ് കിട്ടിയോ? കിട്ടി അല്ലേ. പ്രോപ്പറായിട്ട് മാർക്കറ്റിൽ ബ്രേക്ക് ഔട്ട് കിട്ടി. എഗെയിൻ ഇവിടെ നോക്കിയാലോ, ക്യാൻഡിൽ അപ്പ് സൈഡ് അല്ലേ. ഡൗൺ സൈഡിലുള്ള ക്ലോസിനൊപ്പം അപ്പ് സൈഡിലേക്ക് നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്യാൻഡിൽ ക്ലോസ് കിട്ടിയോ? കിട്ടി. അപ്പോൾ ഇതൊരു വാലിഡ് ആയിട്ടുള്ള ചേഞ്ച് ഓഫ് ക്യാരക്ടർ മാർക്കറ്റിൽ ഉണ്ടായോ? ഉണ്ടായി അല്ലേ. ഒരു അപ്പ് സൈഡിലേക്ക് മാർക്കറ്റിലൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ വന്നു. അപ്പോൾ ഇനി മാർക്കറ്റിന് സെൻറ്റിമെൻറ്റ്സ് എന്താവാനാണ് പോസിബിലിറ്റി? അപ്പ് സൈഡിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട് അല്ലേ.
മാർക്കറ്റിൽ ഇപ്പോൾ കറൻ്റ്ലി ഉള്ളത് എന്താണ്, ഒരു ലോവർ ഹൈനെ പ്രോപ്പർലി ക്യാൻഡിൽ ക്ലോസോടുകൂടി ബ്രേക്ക് ചെയ്തു അല്ലേ. എഗെയിൻ ഇവിടെ എന്താണ്, ഒരു ഹയർ ഹൈ മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്തു. ഈ ഒരു ലോവർ ഹൈനെ ബ്രേക്ക് ചെയ്തു. അപ്പോൾ ഒരു ബുള്ളിഷ് ആയിട്ട് ഇനി മാർക്കറ്റിലെ പ്രൈസ് എന്താ, ഇവിടെ ഇത്രയും നേരം നമ്മൾ കണ്ടതൊരു ഡൗൺ ട്രെൻഡിങ് സ്ട്രക്ചർ ആണ്. ഇവനിവിടെ കൺഫർമേഷൻ തന്നെ ഇങ്ങോട്ട് പോകാനാണ്, അപ്പ് സൈഡിലേക്ക് പോകാനാണ്. ഇനി ഒരു അപ്പ് ട്രെൻഡിങ് സ്ട്രക്ചർ ആയിരിക്കും മാർക്കറ്റിൽ ക്രിയേറ്റ് ആവാനുള്ള പോസിബിലിറ്റി. അതിനൊരു കൺഫർമേഷൻ ആണ് നമ്മൾ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആയിട്ട് കൺസിഡർ ചെയ്യുക. പ്രോപ്പർ വാലിഡ് ആയിട്ട് നോക്കുക, അല്ലെങ്കിൽ എന്താ പറ്റുക എന്നുള്ളത് നിങ്ങൾ ഇവിടെ എക്സ്പീരിയൻസ് ചെയ്താണ് അല്ലേ. അപ്പോൾ ഇത് പ്രോപ്പർലി ബാക്ക് ടെസ്റ്റ് ഉണ്ട്, നിങ്ങൾക്ക് അസൈൻമെൻറ്റ്സ് ചെയ്യാൻ പ്രോപ്പർലി പറഞ്ഞുതരാം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന്. അത് വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങളുടെ സംശയങ്ങളും അല്ലെങ്കിൽ നല്ലൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ, എഗെയിൻ മാർക്കറ്റ് ഡൗൺ സൈഡ് വന്നു അല്ലേ, ഡൗൺ സൈഡ് വന്നു, ബ്രേക്ക് ചെയ്തു. യെസ്, ബ്രേക്ക് ചെയ്തു. പ്രോപ്പർലി അപ്പ് സൈഡിലേക്ക് മാർക്കറ്റിൽ ബ്രേക്ക് ചെയ്തു അല്ലെ. പ്രോപ്പർലി മാർക്കറ്റ് എന്താ ചെയ്തേ, നിങ്ങൾ നോക്കി, ഇവിടെ ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു അല്ലേ. അതിനുശേഷം ഇവിടെ എന്താണ്, അപ്പ് ട്രെൻഡിങ് സ്ട്രക്ചറിൽ എന്താണ്, ഹയർ ലോ. എന്തുകൊണ്ട്, പ്രോപ്പർ വാലിഡ് ബ്രേക്ക് ഔട്ട് കിട്ടിയതുകൊണ്ട് അല്ലേ. എഗെയിൻ ഹയർ ഹൈ അല്ലേ. എഗെയിൻ നോക്കാം, ഡൗൺ സൈഡ് വന്നു. യെസ്, മാർക്കറ്റ് എന്ത് ചെയ്തു, ഈ ഹൈയിൽ നമ്മൾ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ബ്രേക്ക് ചെയ്തോ, യെസ് ഓ നോ, ഒരു ബ്രേക്ക് ഔട്ട് അല്ലേ. അതെ, ബ്രേക്ക് ഔട്ട് തന്നു. ബ്രേക്ക് ഔട്ട് തരുമ്പോൾ വാലിഡ് ഒരു ഹയർ ലോ ഉണ്ടാവും. അത് പ്രോപ്പർലി നമ്മൾ എന്ത് ചെയ്യണം, അതിനെ പ്ലോട്ട് ചെയ്തിട്ടുണ്ടാവണം കേട്ടോ. എന്നാലാണ് നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. എഗെയിൻ അപ്പ് സൈഡിലേക്ക് മാർക്കറ്റ് പുഷ് ചെയ്തു കണ്ടോ. അതിനുശേഷം മാർക്കറ്റ് എന്ത് അഗ്രസീവായിട്ടാണ് പോകുന്നത് നോക്കി കണ്ടോ. ബയേഴ്സിന്റെ സ്ട്രെങ്ത് ആണ് നമുക്ക് തരുന്ന അല്ലെ. അത്ര നേരം സെല്ലേഴ്സിന്റെ ആക്ടിവിറ്റിന്റെ ഈ ലെവലിൽ പ്രോപ്പർലി എന്താണ്, ബയേഴ്സിന്റെ ആക്ടിവിറ്റി ആണ് അല്ലെ. അത് അപ്പ് സൈഡിലേക്ക് പ്രോപ്പർലി മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു, എഗെയിൻ ഹയർ ലോ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തു. കറന്റ്ലി ഇതാണ് ഹയർ ലോ. ഇതിനെ ബ്രേക്ക് ചെയ്യുന്ന വരെ നമ്മൾ എന്ത് ചെയ്യണം, വെയിറ്റ് ചെയ്യാം അല്ലെ. ഇവിടെ നോക്കിക്കേ, നിങ്ങൾ ഇവിടുത്തെ ഒരു വ്യത്യാസം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഞാനിതൊന്ന് റെഡ് ആക്കി കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. കണ്ടോ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, വളരെ സ്ട്രോങ് ആയിട്ടാണ് ഡൗൺ സൈഡിലേക്ക് ക്യാൻഡിൽസ് പുഷ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ഒരു സിറ്റുവേഷന് ശേഷം ഇവിടെയും വളരെ സ്ട്രോങ് ആയിട്ട് ഡൗൺ സൈഡിലേക്ക് സെല്ല് ചെയ്തു. പക്ഷെ അതിലും സ്ട്രോങ് ആയിട്ട് ബയേഴ്സിന്റെ ആക്ടിവിറ്റി വന്നതിന് ശേഷം ഈ സെല്ലിംഗ് ആക്ടിവിറ്റിയും ബൈയിങ് ആക്ടിവിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായോ? പ്രോപ്പർ ആയിട്ടുള്ള സ്വഭാവത്തിൽ ഇവിടെ ഉണ്ടായ ചേഞ്ച് എല്ലാവർക്കും ക്ലിയർ ആയോ? ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ എല്ലാവരും കമന്റിലൊന്ന് പറയാം കേട്ടോ. രസമാണോ? എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. കണ്ടോ, ഇവിടെ ഇതാണ് നമുക്ക് തരുന്ന സ്ട്രെങ്ത്. ഇവിടെയാണ് പ്രോപ്പർലി നമുക്കിവിടെ കൺഫർമേഷൻസ്, നമുക്ക് മൾട്ടിപ്പിൾ ടൈം ഫ്രെയിം അനാലിസിസ് ഒക്കെ വന്ന സമയത്ത് നമുക്കൊരു കൺഫർമേഷൻ എടുക്കാനും എൻട്രി, നല്ല എൻട്രി മോഡൽസ് ആണ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ. അതിലേക്ക് വരാം, ഓൺ ഗോയിങ് നമ്മൾ എൻട്രിയിലേക്കൊക്കെ വരും. അപ്പോൾ നിങ്ങൾ ഇത് പ്രോപ്പർലി മനസ്സിലാക്കി പ്ലോട്ട് ചെയ്താൽ മാത്രമാണ് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് എന്താണ്, നമ്മൾ ഇതുവരെ എക്സിക്യൂഷനിലേക്ക് ഒന്നും എത്തിയിട്ടില്ല, ഇനിയും കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി വന്നാലാണ് നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി പറ്റുള്ളൂ അല്ലേ. ഇവിടെ ഞാൻ ഒന്നും കൂടെ സ്ട്രക്ചർ പ്ലോട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് കൗണ്ട് ചെയ്യാം കേട്ടോ, അപ്പോൾ നിങ്ങൾക്ക് പ്രോപ്പർലി മനസ്സിലാവും. ഇത് നമ്മൾ വളരെ ബേസിക് ആയിട്ടുള്ള ആളുകളിൽ നിന്നും വളരെ അഡ്വാൻസ് ലെവലിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഏതൊരു കാറ്റഗറി മെമ്പേഴ്സിനും മനസ്സിലാവുന്ന രീതിയിലാണ്. പിന്നെയും ഫാസ്റ്റ് ആവുന്നുണ്ട് അല്ലെങ്കിൽ സ്ലോ ആവുന്നുണ്ട്, എന്താണെങ്കിലും നിങ്ങൾ അഭിപ്രായം പ്രോപ്പർലി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് ചേഞ്ചസ് കൊണ്ടുവരാം. ഇവിടെ കണ്ടോ, ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ, ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ. പ്രോപ്പർലി മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് വന്നിട്ട് പ്രോപ്പർലി അപ്പ് സൈഡിലേക്കൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടറാണ് നമ്മൾ കണ്ടത് അല്ലേ. സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നോക്കാം എന്താണ് ഇവിടെ സംഭവിക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ സെന്റിമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഡൗൺ സൈഡിലേക്കുള്ള മാർക്കറ്റിന്റെ പ്രോപ്പർ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയതിന് ശേഷം അപ്പ് സൈഡിലേക്ക് മാർക്കറ്റ് പോയിട്ടുള്ള സിറ്റുവേഷൻ ആണ് നിങ്ങൾ കാണുന്നത്. മനസ്സിലായോ? ശരി, നമുക്ക് ഇതിന്റെ ട്രെൻഡ് ചേഞ്ച് ചെയ്യുന്ന സിറ്റുവേഷനിൽ എന്താണ് നടക്കുക എന്നുള്ളത് നോക്കാം അല്ലേ. എഗെയിൻ ഇവിടെ ഒരു അപ്പ് സൈഡ് കണ്ടീഷൻ. ഇപ്പൊ സ്റ്റിൽ മാർക്കറ്റ് എന്താണ്, ബുള്ളിഷ് ആണോ നമുക്ക് നോക്കാം കേട്ടോ. മൈന്യൂട്ടായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, ഇതൊരു ലോ പ്രൈസ് അല്ലേ. എഗെയിൻ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്തിട്ടില്ലേ. അപ്പോൾ നിങ്ങൾക്ക് ബുൾ ബാക്കിലേക്ക് ഡൗട്ട് ഉണ്ടാവും, ബുൾ ബാക്കും റീടെസ്റ്റ് ഒക്കെ എങ്ങനെയാണ് വാലിഡ് ആയിട്ട് കൺസിഡർ ചെയ്യുക. ഓൺ ഗോയിങ് നമ്മൾ വാലിഡ് ബുൾ ബാക്കും വാലിഡ് റീടെസ്റ്റും കാര്യങ്ങളെല്ലാം പഠിക്കുന്നുണ്ട്. അത് നമുക്ക് 1 by 1 ആയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതിലേക്ക് ഇനി അതൊക്കെ കണക്ട് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്കുള്ള ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ആയി വരും കേട്ടോ. അപ്പോൾ എഗെയിൻ ഇവിടെ എന്ത് ചെയ്തു, നിങ്ങൾ ആലോചിക്കും ഇവിടെ ഒരു പ്രോപ്പർ ബ്രേക്ക് ഔട്ട്. കാരണം ഇത് ബ്രേക്ക് ഔട്ട് ആയത് എന്തുകൊണ്ടാണ് നോക്കി, ഇവിടെ നിന്ന് മാർക്കറ്റ് ഈ ഒരു ഹൈ പ്രൈസ് വന്നതിന് ശേഷം ഡൗൺ സൈഡിലേക്ക് മാർക്കറ്റ് വന്നു, അപ്പ് സൈഡിലേക്ക് പോയി അല്ലേ. അപ്പോൾ ഇവിടെ പ്രോപ്പർലി എന്താണ്, ഒരു ബ്രേക്ക് ഔട്ട് മാർക്കറ്റിൽ കിട്ടിയോ? യെസ്, ബ്രേക്ക് ഔട്ടിൽ ഇവിടെ പ്രോപ്പർലി മാർക്കറ്റിൽ ഒരു ബ്രേക്ക് ഔട്ട് കാണാം അല്ലേ. അപ്പോൾ നമുക്ക് കറന്റ്ലി ഉള്ള ലോ എവിടെയാണ്? കറന്റ്ലി ഉള്ള ലോ എന്ന് പറയുന്നത് എവിടെയാണ്?
അല്ലേ? കറൻ്റ്ലി ഒരു ഹയർ ലോ എവിടെയാണ്? ഹയർ ലോയിനെയാണ് നമുക്കിനി മെയിൻലി ഫോക്കസ് ചെയ്യേണ്ടത് അല്ലേ? ട്രെൻഡ് റിവേഴ്സൽ. ഹയർ ലോ മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ ഒപ്പം ഹൈ മാർക്കറ്റിലുണ്ട്. ഇതിനെ ബ്രേക്ക് ചെയ്യണം അല്ലേ? ബ്രേക്ക് ചെയ്തോ? യെസ് ഓ നോ? കണ്ടോ? പ്രോപ്പർലി ക്യാൻഡിൽ താഴെ ക്ലോസ് ചെയ്തു അല്ലേ? അപ്പോൾ ഇവിടെ എന്താണ്? ട്രെൻഡ് റിവേഴ്സൽ ആണോ? യെസ്, പ്രോപ്പർലി ചേഞ്ച് ഓഫ് ക്യാരക്ടർ കണ്ടു. അപ്പോൾ ഇനിയും മാർക്കറ്റിൽ എന്ത് നടക്കണം? ഇനി ഇവിടെ വേണമെങ്കിൽ കൺഫർമേഷൻ ആയിട്ടുണ്ട് അല്ലേ? ഇവിടെ കൺഫർമേഷൻ ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ മാർക്കറ്റിൽ വേണമെങ്കിൽ ഇവിടെയും എന്ത് ചെയ്യാം? ഡൗൺ സൈഡിലേക്ക് പോകാം. നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുക എന്നുള്ളത് നോക്കാം. എഗെയിൻ യെസ്, മാർക്കറ്റ് പ്രോപ്പർലി ഡൗൺ സൈഡിലേക്ക് അഗ്രസീവായിട്ട് മൂവ് ചെയ്തു, അപ്പ് സൈഡിലേക്ക് വന്നു. ഇതിൻ്റെ ഇടയിലേക്ക് നിങ്ങൾ സംശയം വേണോ? ഇവിടെ എന്താ സംഭവിച്ചത്? ഒന്നും സംഭവിച്ചിട്ടില്ല. ഈ ലോയിനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഈ ലോയിനെ ഒരു ക്യാൻഡിൽ പോലും ബ്രേക്ക് ചെയ്തിട്ടില്ല. സോ ഇവിടെ ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് വാലിഡ് ആയിട്ടുള്ള ലോവർ ലോസും ലോവർ ഹൈസും ഉണ്ടാവും. ഇനി ലോവർ ലോസും ലോവർ ഹൈസും ആണ് മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്യേണ്ടത് അല്ലേ? ഡൗൺ ട്രെൻഡിങ് സ്ട്രക്ചറാണ്. ഇവിടെ പ്രോപ്പർലി കൺഫർമേഷൻ കിട്ടി. എഗെയിൻ യെസ്, ഇവിടെ പ്രോപ്പർ ബ്രേക്ക് ഔട്ട് തന്നോ? യെസ്, ആഫ്റ്റർ കൺഫർമേഷൻ മാർക്കറ്റ് അപ്പ് സൈഡ് വന്നു. എഗെയിൻ ഡൗൺ ട്രെൻഡിങ് സ്ട്രക്ചറിലേക്ക് പ്രോപ്പർലി ബ്രേക്ക് ഔട്ട് തന്നു. ഇവിടെ ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തു, ലോവർ ലോ. എഗെയിൻ മാർക്കറ്റ് എന്ത് ചെയ്തു? അഗ്രസീവ് ആയിട്ടുള്ള സെല്ല് അല്ലേ? വളരെ അഗ്രസീവ് ആയിട്ടുള്ള സെല്ല് മാർക്കറ്റിൽ വന്നു. യെസ്, ഇവിടെയൊക്കെ നിങ്ങൾക്ക് നോക്കി അറിയാം പ്രോപ്പർലി അപ്പ് സൈഡ് മൂവ് ചെയ്തിട്ടുണ്ടാവും. യെസ്, ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. എഗെയിൻ ഡൗൺ സൈഡ് വന്നു, ഹൈ ക്രിയേറ്റ് ചെയ്തു. ബ്രേക്ക് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഈ ലോയിനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇങ്ങനെ വെയിറ്റ് ചെയ്യാം. കണ്ടോ? ഇത് ബ്രേക്ക് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഫൈൻ. യെസ്, കണ്ടോ? വളരെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ ഒരു കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം വളരെ അഗ്രസീവായിട്ടല്ലേ മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. ഇതിനൊക്കെ പ്രോപ്പർലി ഇനി കുറേ കാര്യങ്ങൾ പഠിക്കണം. കാരണം ഇവിടെ പ്രോപ്പർലി മാർക്കറ്റിൽ ലിക്വിഡിറ്റി ഉണ്ട്, ഈ പറയുന്ന ലെവലിനെയൊക്കെ ടാർഗറ്റ് ചെയ്യുന്നു, അങ്ങനെ പല പല കാര്യങ്ങൾ ഇതിലുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഓൺ ഗോയിങ് നമുക്ക് മനസ്സിലാക്കി എടുക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് പ്രോപ്പർലി ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്താണെന്നുള്ളതും അതെങ്ങനെയാണ് പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതും മനസ്സിലായിട്ടുണ്ടാവും. എനിക്കറിയാം എല്ലാവർക്കും സംശയം ഉണ്ടാവും. ഈ സ്ട്രക്ചറിൻ്റെ കാര്യത്തിലൊക്കെ കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാവും. നമ്മൾ എന്തായാലും മൈനർ മേജർ സ്ട്രക്ചേഴ്സ് എന്താണ്, മൈനർ സ്ട്രക്ചർ എന്താണ്, അതൊക്കെ ഇതിലേക്ക് കണക്ട് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ക്ലാരിറ്റി എന്തായാലും വരും കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ ഇതാണ് ഇവിടെ നമുക്ക് താഴെ കാണാം 7907452011 ഈ നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ഞാൻ എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ എല്ലാവരും പ്ലോട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അസൈൻമെൻറ്റ്സിലേക്കും കൂടെ പറഞ്ഞിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നിങ്ങളിതിൽ ചെയ്യേണ്ട അസൈൻമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ മിനിമം നിങ്ങളൊരു 1 month 2 month ഒക്കെ ഇതേപോലെ പ്രോപ്പർലി ലോവർ ടൈം ഫ്രെയിമിൽ സ്ട്രക്ചേഴ്സ് പ്ലോട്ട് ചെയ്ത് പഠിക്കുക. നിങ്ങളതിനെ ഐഡൻറ്റിഫൈ ചെയ്ത് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിനുശേഷം നമുക്ക് പ്രോപ്പർലി നല്ല നല്ല പ്ലാൻസും ഇനി വരുന്നുണ്ട് ഓൺ ഗോയിങ്. നമുക്ക് പ്രോപ്പർ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലാൻസ് അല്ലെങ്കിൽ സ്ട്രോങ് ഹൈ സ്ട്രോങ് ലോ ഇതിനെയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് പ്രോപ്പർ ഒരു സെറ്റപ്പ്, നമുക്ക് പ്രോപ്പറായിട്ടൊരു ബയാസ് കിട്ടിയതിന് ശേഷം അതിലേക്കുള്ള എൻട്രി. പാനിക് ആവേണ്ട, അതൊക്കെ നമുക്ക് പഠിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വാലിഡ് ആയിട്ടുള്ള ബ്രേക്ക് ഔട്ട് സ്ട്രക്ചറും വാലിഡ് ആയിട്ടുള്ള ചേഞ്ച് ഓഫ് ക്യാരക്ടറും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. എന്നാലാണ് നിങ്ങൾക്ക് ഇതിൻ്റെ പ്രോപ്പർ റിസൾട്ട് ഇതിൽ കിട്ടുള്ളൂ. ഓക്കെ, വാലിഡ് ആയിട്ടുള്ള ചേഞ്ച് ഓഫ് ക്യാരക്ടറും വാലിഡ് ആയിട്ടുള്ള ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പ്രാക്ടിക്കലും കൂടെ വന്നപ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും വർക്കൗട്ട് ചെയ്യാം. നമ്മൾ പറഞ്ഞ അസൈൻമെൻറ്റ്സ് ഒക്കെ പ്രോപ്പറായിട്ട് നിങ്ങൾ ചെയ്യാൻ വേണ്ടി നോക്കുക. നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് എന്തായാലും വന്നു തുടങ്ങും. അപ്പോൾ ഇനി നെക്സ്റ്റ് എന്താണെന്നുള്ള ക്വസ്റ്റ്യൻ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് സ്ട്രക്ചർ പഠിച്ചല്ലേ. അപ്പോൾ സ്ട്രക്ചറിൽ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവും. ഇമ്പൾസീവ് ആൻഡ് മൂവ്മെന്റ് അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്ത് പോകുന്ന കുറേ സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മേജർ ആൻഡ് മൈനർ സ്ട്രക്ചർ എന്ന് പറയും. അപ്പോൾ മേജർ സ്ട്രക്ചറിനെ മനസ്സിലാക്കി മൈനർ സ്ട്രക്ചറിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് നമുക്ക് എക്സിക്യൂഷനിലേക്ക് പോകാൻ വേണ്ടി പറ്റുക. മനസ്സിലായോ? അപ്പോൾ ഇവിടെ പ്രോപ്പറായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണ്? മേജർ ആൻഡ് മൈനർ സ്ട്രക്ചർ. അതിൻ്റെ ഇമ്പോർട്ടൻസും വലിയൊരു ഇമ്പോർട്ടൻസ് അതിലുണ്ട്. കാരണം നിങ്ങൾ ചില സിറ്റുവേഷൻസിൽ ബ്രേക്ക് ഔട്ട് ആൻഡ് റീടെസ്റ്റ് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ എൻട്രി എടുക്കുമ്പോൾ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തതിന് ശേഷം വളരെ ഇമ്പൾസീവ് ആയിട്ടുള്ള മൊമെൻറ്റം മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും. സോ ഈ മൊമെൻറ്റങ്ങളൊക്കെ മെയിൻലി ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരാളാണ് ഈ പറയുന്ന നമ്മളുടെ മേജർ ആൻഡ് മൈനർ സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ മേജർ ആൻഡ് മൈനർ സ്ട്രക്ചറാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മളുടെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ ബെല്ലൈക്കണും കൂടെ ടാപ്പ് ചെയ്ത് വെച്ചു. നമ്മൾ ഈ സീരീസ് ഓഫ് വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് പ്രോപ്പർലി നോട്ടിഫിക്കേഷൻ കിട്ടും. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ അഭിജിത്ത് സൈനിങ് ഓഫ്.